ഇപ്പോൾ ശബരിമലയിലെ വാജിവാഹന കൈമാറ്റവുമായി ബന്ധപ്പെട്ട് മുൻ ദേവസ്വം ബോർഡ് അംഗമായ അജയ് തറയിൽ മാധ്യമങ്ങളെ കണ്ടുപിടിച്ചു എന്ന മട്ടിൽ ഈ വാജിവാഹനത്തെ കുറിച്ചുള്ള ചർച്ച നടത്തുന്നത് വേദനാജനകമാണ് എന്നാണ് എനിക്ക് ആദ്യം പറയുവാനുള്ളത്. അവിടെ സ്വർണ്ണക്കൊടിമരം ശബരിമലയിലെ പഴയ കൊടിമരത്തിലെ വാജിവാഹനം കൈമാറിയതിൽ തന്ത്രിക്ക് കൈമാറിയതിൽ ചട്ടലംഘനമെന്ന വാർത്തയാണ് അല്പം മുമ്പ് പുറത്തു വന്നത്. ദേവസ്വം ബോർഡ് കമ്മീഷണർ തന്നെ ഉത്തരവിൽ അത് വ്യക്തമാക്കുന്നുവെന്ന് വിവരം വന്നു. അത് മറികടന്നുകൊണ്ടാണ് UDF നേതാക്കന്മാരും ഇതിൽ പ്രതികളാണ് എന്ന തരത്തിൽ സ്വർണ്ണക്കൊള്ള നടത്തിയത് ആരാണ്? മാസറ്റുകാരാണ്. ഞങ്ങൾ ആരും സ്വർണ്ണക്കൊള്ള നടത്തിയിട്ടില്ല. അത്തരത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത് 2012 അവ്യക്തമായ ഓർഡറിന്റെ പശ്ചാത്തലത്തിൽ അത്രയും കാലം ഉണ്ടായിരുന്ന കീഴ്വഴക്കങ്ങൾ ലംഘിക്കണം എന്ന് പറയുന്നതിനകത്ത് എന്തൊരർത്ഥമാണ്? ഒന്നാമത്തെ കാര്യം, ഈ ഓർഡർ ഉണ്ട് എന്ന കാര്യം എന്നോട് അന്നത്തെ കമ്മീഷണർ പറഞ്ഞിട്ടില്ല, സെക്രട്ടറി പറഞ്ഞിട്ടില്ല, എക്സിക്യൂട്ടീവ് ഓഫീസർ പറഞ്ഞിട്ടില്ല, AO പറഞ്ഞിട്ടില്ല, ചീഫ് എഞ്ചിനീയർ പറഞ്ഞിട്ടില്ല, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പറഞ്ഞിട്ടില്ല. ഒരാളും ലൈസൻസ് ഓഫീസർമാര്, വക്കീലുമാര് ആരും ഈ വിഷയത്തെക്കുറിച്ച് അവിടെ പ്രതിപാദിച്ചിട്ടില്ല. ഞങ്ങൾ പഴയ കീഴ്വഴക്കം അനുസരിച്ച് ദേവസ്വം ബോർഡിന്റെ ഓർഡറിൽ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ ഇത്രയും കാലം അനുവർത്തിച്ചു പോരുന്ന ആ തന്ത്ര സമുച്ചയത്തിലെ കീഴ്വഴക്കം അനുസരിച്ച് ആ വാഹനം തന്ത്രിക്ക് കൊടുത്തു. അത് തന്ത്രിയുടെ കയ്യിൽ ഉണ്ടെന്ന് പറയുന്നു, തിരിച്ചു കൊടുക്കാൻ തയ്യാറാണെന്ന് പറയുന്നു. ഇത് ഇത്ര ഈ സ്വർണം വിറ്റ് കാശ് വാങ്ങി കോടാനുകോടി രൂപയുടെ 2 ദ്വാരപാലക ശില്പങ്ങളെയും കള്ളപ്പടികളെയും അതുപോലെ വാതിലുകളെയും വിറ്റ് കാശ് വാങ്ങിയ ആളുകളുടെ ആ ഗ്രാവിറ്റി കളയാൻ വേണ്ടി ഞങ്ങളൊക്കെ ഈശ്വരവിശ്വാസികളാണ്. എല്ലാ വർഷവും എല്ലാ മാസവും ശബരിമലയിൽ പോകുന്ന ഞങ്ങളെ പോലുള്ള ആളുകളെ നിരീശ്വരവാദികളുടെ കൂടെ കൂട്ടിക്കെട്ടുക ഒരു ശരിയായ കീഴ്വഴക്കമല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിനൊക്കെ മകസർ എഴുതിയിട്ടുണ്ട്. അവിടെ മകസറിലുണ്ടല്ല. വാജ്യവാഹത്തിന്റെ മൂല്യം എനിക്കറിയില്ല എങ്ങനെ കണക്കാക്കണമെന്ന്. എനിക്കറിയില്ല വാജ്യവാഹത്തിന്റെ മൂല്യം അങ്ങനെ കണക്കാക്കാവുന്നതാണോ എന്ന് എനിക്കറിയത്തില്ല. ഓരോ ആളുകളല്ലേ അതിന്റെ മൂല്യങ്ങളെ കുറിച്ച് കണക്കാക്കുന്നത്. വാജ്യവാഹനം ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ അത് SIT അദ്ദേഹത്തെ പിടിച്ചെടുത്തിരിക്കുന്നു. കോടതി മൂല്യം കണക്കാക്കട്ടെ. ഇപ്പോൾ മൂല്യം ആക്കി കണക്കാക്കാമല്ലോ. അതിപ്പോൾ പൊതുസ്വത്തായിട്ടിരിക്കുകയാണ്. അതിന് മൂല്യം അതിനെന്താ കാര്യത്തിൽ ഞങ്ങൾ ആചാരങ്ങൾ ഒരു കഷ്ടം ഞങ്ങൾ അനുസരിച്ചു. ശബരിമലയിലല്ല, ഏത് അമ്പലങ്ങളിലാണെങ്കിലും ഒരു കഷ്ടമുണ്ട്, ആചാരങ്ങളുണ്ട്. അത് ദേവസ്വം മാനുവലിൽ, ഇത് ദേവസ്വത്തിന്റെ സബ് ഗ്രൂപ്പ് മാനുവലിൽ, ഇത് പഴയ സബ് ഗ്രൂപ്പ് മാനുവൽ ഞാൻ നോക്കിയപ്പോൾ അതിനകത്തും ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. 2012 ഈ ഓർഡർ അവ്യക്തമായ ഒരു ഓർഡറാണ്. ഭൗതിക വസ്തുക്കൾ ദേവസ്വത്തിന്റെ പൊതുസ്വത്തായതിനാൽ കൊടുത്തുവരുന്ന ഭൗതിക വസ്തു ബിംബങ്ങൾ എന്നാണ് തന്ത്ര സമുച്ചയത്തിൽ പറഞ്ഞിട്ടുള്ളത്. ബിംബങ്ങൾ എന്നാണ്. ബിംബങ്ങൾക്ക് അവകാശി ആചാര്യനാണ്. ഒന്നും കൊടുത്തുവിടരുന്നുള്ള ഉത്തരവ് അവിടെയുള്ള ഓട്ടുപാത്രങ്ങളോ അല്ലെങ്കിൽ നിലവിളക്കുകളോ മറ്റു കാര്യങ്ങളൊക്കെ കുറിച്ചായിരിക്കും എനിക്കറിയില്ല. ഇത് ബിംബങ്ങളാണ്. ബിംബങ്ങൾ ഈ തന്ത്ര സമുച്ചയത്തിൽ പതിക്കുന്ന കാര്യങ്ങളെ ഒന്നും ഓവർകം ചെയ്യാൻ ഒരു ആർക്കും കഴിയും. കോടതി പോലും അതിന് തയ്യാറാകാറില്ല, ദേവസ്വം ബോർഡ് തയ്യാറാകാറില്ല. അപ്പോൾ ആ ഓർഡർ ഒരു അവ്യക്തമായ ഓർഡറാണ്. ആ ഓർഡർ ചിലപ്പോൾ അത് ശരിയാണ്. ആ ഓർഡർ വെച്ച് വേണമെങ്കിൽ കൊടുക്കാതിരിക്കാമായിരുന്നു. ഇത് ദേവസ്വത്തിന്റെ സ്വത്താണ് എന്ന് പറഞ്ഞ് കൊടുക്കാതിരിക്കാമായിരുന്നു. ആ ഒരു സാങ്കേതികത്വമല്ലേ ഉണ്ടായിട്ടുള്ളത്. ഞങ്ങളാരും കട്ടുകൊണ്ടുപോയില്ലല്ലോ. 3,20,00,000 രൂപ ഫിനിക്സ് ഗ്രൂപ്പിൽ നിന്നും വാങ്ങി ഒരു സ്വർണം പൊതിഞ്ഞപ്പോൾ അത് പൂർണ്ണമായി ഹൈക്കോടതി നിയോഗിച്ച ഒരു അഡ്വക്കേറ്റ് കമ്മീഷണർ ഓരോ ദിവസവും രാവിലെ ഇത്ര ഗ്രാം സ്വർണം, വൈകിട്ട് ഇത്ര ഗ്രാം സ്വർണം എന്ന് കണക്ക് ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുകയാണ്. ഹൈക്കോടതി പാസ്സാക്കിയിരിക്കുകയാണ്. ഇവിടെ ഏതോ ഒരു ചാല പറയുന്ന അഷ്ടദിക്പാലകരെ കണ്ടു എന്ന്. അഷ്ടദിക്പാലകരെയൊക്കെ അന്ന് ഞങ്ങൾ ദേവസ്വം ബോർഡിന്റെ തിരുവാഭരണ കമ്മീഷണർക്ക് മകസർ എഴുതി കൊടുത്ത് ദേവസ്വം ബോർഡിന്റെ സ്ട്രോങ് റൂമിൽ വെച്ചിരിക്കുന്നതാണ്. ഇവരെ എവിടെ കണ്ടു എന്ന് എനിക്കറിയില്ല. ആ അഷ്ടദിക്പാലകരെ
സ്റ്റോർ റൂമിൽ ഒളിച്ചു കയറിയോ എന്ന് എനിക്കറിയത്തില്ല. അതെല്ലാം അങ്ങനെ അവിടെ തന്നെ കൊടുത്തിരിക്കുന്നതാണ്. എന്താണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് അവിടെ? സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ഞങ്ങളേതായാലും കൊള്ള ചെയ്തിട്ടുണ്ടോ? ഈ പറഞ്ഞ സ്വർണ്ണപ്പാളികളും മോഷ്ടിച്ച പോലെ എന്തിനാണ് ഞങ്ങളെ ക്രൂശിക്കാൻ തുടങ്ങിയിരിക്കുന്നത്? എനിക്കറിയില്ല. അതിന് ഞാൻ ചോദിക്കുന്നത് തർക്കത്തിനില്ല. ഞാൻ കോടതിയിൽ കൊടുത്തിരിക്കുകയാണ്. കോടതി അതിന്റെ മൂല്യം കാണട്ടെ. നമുക്ക് ആ മൂല്യത്തെ കുറിച്ച് പറയാൻ പറ്റത്തില്ലല്ലോ. അല്ല, വീഴ്ച ഞാനിപ്പോഴും പറയുന്നത് അത് തന്ത്രിക്ക് കൊടുക്കണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.